ഹലോ അസ്സലാമു അലൈക്കും. എടാ 8ാം ക്ലാസ് അറബി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൻ്റെ താഴെ 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് നമ്മുടെ ആൻസർ കണ്ടെത്താൻ വേണ്ടി പറയും. നമുക്ക് മിക്കവാറും 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമായിരിക്കും കേട്ടോ. 4 മാർക്കിനെ ചോദിക്കാം. അപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചില കുട്ടികൾ പറയും, സാർ അതിൻ്റെ മീനിങ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങൾ ഉത്തരം കണ്ടെത്താം? സത്യത്തിൽ മീനിങ് ഒന്നും അറിയേണ്ടതിന് ഉത്തരം കണ്ടെത്താൻ എങ്ങനെയാണ് സാറ് പറഞ്ഞുതരാം. ഈ ഒരു പാരാഗ്രാഫുകൾ നല്ലപോലെ വായിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് വായിക്കണേ. ഇത് നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും തുടക്കത്തിലെ വാക്ക് ചോദ്യം അറബിയിൽ ചോദ്യത്തിന് ക്വസ്റ്റ്യൻ വേർഡാവും. ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇതിൽ ഏത് സെൻറ്റൻസിലാണോ വരുന്നത് നോക്കാം. അങ്ങനെ ആ വരുന്ന സെൻറ്റൻസിൽ നിന്നുണ്ടാവും അതിൻ്റെ ആൻസർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സെൻറ്റൻസ് നമ്മൾ നല്ലപോലെ എന്ത് ചെയ്യണം, അത് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു സെൻറ്റൻസ് നമ്മൾ കാണും. ആ സെൻറ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഹൽ ഒഴിവാക്കി നമ്മൾ കാന മസ്റൂറൻ ഫി ഹയാത്തി അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിന്നുണ്ടാവും മസ്റൂർ ഫി ഹയാത്തി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ സെൻറ്റൻസ് ഇതേപോലെ എടുത്ത് എഴുതാം, ആൻസർ ശരിയാവും ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, ലിമ ഒഴിവാക്കി യദ്ഹബു ഇല സൂക്ക് നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ യദ്ഹബു ഇല സൂക്ക് എന്നുള്ള സെൻറ്റൻസ് ഉണ്ടോ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതുമായി ഒന്നും എന്തെങ്കിലും സെൻറ്റൻസ് കാണാൻ പറ്റും അല്ലേ. സൂക്ക് ജസ്മീൻ ഹീലും വക്കീറും ഇവിടെ ദലൂനൻ ഇല സൂക്ക് ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ ഏത് വേറെ വാക്കാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക കഴിഞ്ഞാൽ പിന്നെ ആ സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ എടുത്ത് എഴുതാം. വല്ലാന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതിയാൽ എന്ത് ചെയ്യും, നിങ്ങൾ ആൻസർ ശരിയാവും. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, തന്നിട്ടുള്ള പാരാഗ്രാഫിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ബോർഡ് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ടുള്ള കുറച്ച് ഭാഗമോ ഏത് സെൻറ്റൻസിലാണോ വരുന്നത് അതിൽ ആൻസർ ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതാം. ഓക്കെ, ഈ ട്രിക്ക് ഉപയോഗിക്കുക, ഇതിൽ ഫുൾ മാർക്ക് വാങ്ങുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.